ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു മുരിങ്ങയില മുട്ടത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മുരിങ്ങയില ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെച്ചതാണ്. 2 ദിവസമായി മേടിച്ച് വെച്ചിട്ട്. ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ഇല ഈർന്നെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. പെട്ടെന്ന് ഇല ഈർന്ന് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തു. പാക്കറ്റ് വരുന്നതാണേലും നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു 2, 3 തവണ കഴുകിയെടുത്ത് വെള്ളം ഊറാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ സമയം കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് ചതച്ചതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിന് ഇച്ചിരി ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില, തേങ്ങാപ്പീര, ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പിന്നെ ഒരു മുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് വേണ്ടത്. ഞാനിവിടെ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ ബോട്ടിലുണ്ടല്ലോ, ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല യൂസ്ഫുള്ളാണ്. ഡബിൾ നോസിൽ അതിന്. ഒന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്ത ഈ നോസിൽ, അതിൽ കൂടെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണ്ടപ്പോൾ എണ്ണ ഒഴിക്കാം. നെക്സ്റ്റ് അതെന്ന് പറയുന്നത് സ്പ്രേ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്നതും ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ പാനലൊക്കെ സ്പ്രേ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ കടുകിട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർക്കണം. അത് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയിലയിലെ വെള്ളം ഫുള്ള് പോകണം കേട്ടോ. കഴുകി ഞാൻ ഊർന്ന് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ അടച്ച് വെച്ച് വേവിക്കാറില്ല. അടച്ച് വെച്ച് വേവിച്ചാൽ വെള്ളം അതിനകത്ത് നിന്ന് ഊർന്ന് വരാറുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ തോരൻ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ ആവി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാറേ ഉള്ളൂ. നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം തന്നെ അത് പെട്ടെന്ന് തന്നെ ഇല പെട്ടെന്ന് വാടാറുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ്. ഞാൻ അതുകൊണ്ട് ഇവിടെ അളവ് പറയുന്നില്ല. അതിനുശേഷം നല്ലോണം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നാട്ടിലൊക്കെ ആണെങ്കിൽ ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയുടെ നമ്മൾ കല്ലിൽ വെച്ച് ചതച്ചൊക്കെയാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാം സിമ്പിൾ പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്ക് മുരിങ്ങയില ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ആ സെൻറ്റർ പാർട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു മുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിക്കാൻ പോകുന്നത്. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് അത് ആഡ് ചെയ്യണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യുക. മുട്ട ഇഷ്ടമുള്ളവർക്ക് അതിനകത്തോട്ട് ഒരു മുട്ട പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ട പെട്ടെന്ന് അത് വേകാൻ തുടങ്ങും. ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നായിരുന്നു മുട്ട കീറി വെന്തത്. അതിനുശേഷം അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ആ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ മുട്ടയും പെട്ടെന്ന് വെന്ത് മുരിങ്ങയില സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ പറയണേ. താങ്ക് യു.